السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وأصحابه أجمعين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ആദരണീയരായ പണ്ഡിതന്മാരെ, ഈ നാട്ടിലെ നല്ലവരായ ആദർശ സുഹൃത്തുക്കളെ, സദസ്സിൽ നിന്നും പുറമേ നിന്നും വീക്ഷിക്കുന്ന സഹോദരി സഹോദരന്മാരെ, അൽഹംദുലില്ലാഹ് പതിനായിരങ്ങൾ വിദ്യ അഭ്യസിച്ച് മുന്നോട്ട് പോയ ഒരു സ്കൂൾ മൈതാനത്താണ് നമ്മളിപ്പോൾ ഉള്ളത്. തീർച്ചയായും കേരളം ഇലക്ഷനൊക്കെ കഴിഞ്ഞ് പുതിയ മുഖ്യമന്ത്രിയൊക്കെ കിട്ടിയ സന്തോഷത്തിലാണ് എന്നുള്ളത് വേറൊരു വാസ്തവം തന്നെയാണ്. അറിവ് എന്നുള്ളത് മനുഷ്യന്റെ എന്നുമുള്ള ഒരു തേട്ടമാണ്. ആ അറിവ് സാംസ്കാരികമായ ഉന്നതിയിലേക്കും അവന്റെ ചിന്തക്കും പ്രകാശം കൊളുത്തുന്ന സമയത്താണ് ആ അറിവ് മനുഷ്യന് അവരെ ഉത്കൃഷ്ടമായിട്ടുള്ള ഒരു മനുഷ്യനാക്കി മാറ്റുന്നത്. ആ ഉത്കൃഷ്ടതയിലേക്ക് എത്തുന്ന ഒരു ജ്ഞാനം, നോളജ്, വിസ്ഡം, ഇത് എത്തിച്ചേരുന്നത് അവനവന്റെ സൃഷ്ടിപ്പിനെ കുറിച്ചും ആ സൃഷ്ടിപ്പ് ഉണ്ടാക്കിയ നാഥനെ കുറിച്ചുമുള്ള അറിവിലേക്ക് എത്തുന്നതോടുകൂടി അവൻ മറ്റൊരു ലോകമുണ്ട് എന്നറിയുന്നതിലേക്കും പരലോകമുണ്ട് എന്നറിയുന്നതിലേക്കും അവന്റെ നാഥനെ കുറിച്ച് അറിയുന്നതിലേക്കുമുള്ള അറിവിലേക്ക് അവൻ എത്തിച്ചേരുകയാണ്. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ കേരളം മുഴുക്കെ നമ്മുടെ പ്രസ്ഥാനത്തിന് കീഴിൽ തൗഹീദി പ്രഭാഷണത്തിന്റെ ഭാഗമായി കേരളം മുഴുക്കെ നടത്തിവരുന്ന ഈ ഒരു സമ്മേളന പരമ്പരയുടെ മൂന്നിയൂർ മണ്ഡലത്തിലുള്ള സമ്മേളനത്തിലാണ് നാം ഉള്ളത്. ഇതിലേക്ക് എത്തിച്ചേർന്ന എല്ലാവരെയും ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ ഈ പരിപാടിയിലേക്ക് അധ്യക്ഷസ്ഥാനം വഹിക്കുന്നത് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ മൂന്നിയൂർ മണ്ഡലം പ്രസിഡന്റ് ഫൈസൽ KT അവർകളായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് മലപ്പുറം വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് ഹനീഫ ഒടക്കൽ സാഹിബായിരിക്കും. അതുപോലെ തന്നെ ഇതിലേക്ക് ആശംസകൾ അർപ്പിക്കാനായിട്ട് മലപ്പുറം വെസ്റ്റ് ജില്ലാ സെക്രട്ടറി യു മുഹമ്മദ് മദനി അവറുകളും ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ അൻവർ സാദത്ത് അവറുകളും ഇവിടെ എത്തിച്ചേരുന്നതാണ്. അതുപോലെ തന്നെ നിർഭയത്വം എന്ന വിഷയം ആസ്പദമാക്കിക്കൊണ്ട് നമ്മോട് സംസാരിക്കുന്ന മുഖ്യപ്രഭാഷകൻ ജാമിയ അൽ ഹിന്ദ് ഇസ്ലാമിക് ഡയറക്ടർ കൂടിയായ ഫൈസൽ മൗലവി അവറുകളുമായിരിക്കും. ഏതായാലും ഈ സദസ്സിലേക്ക് എത്തിച്ചേർന്ന എല്ലാവരെയും ഹാർദമായി സ്വാഗതം ആശംസിച്ചുകൊണ്ട് അധ്യക്ഷസ്ഥാനത്തേക്ക് ഫൈസൽ KT അവറുകളെ ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാ അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഏറ്റവും ബഹുമാനം നിറഞ്ഞ ആദരണീയനായ ഫൈസൽ മൗലവി, അതുപോലെ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ മലപ്പുറം വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് ഹനീഫ ഒടക്കൽ സാഹിബ്, സ്വാഗതം ആശംസിച്ച മൂന്നിയൂർ മണ്ഡലം സെക്രട്ടറി അസ്ലം ബുഖാരി അവറുകളെ, അതുപോലെ നിർഭയത്വം തൗഹീദിലൂടെ എന്ന ഈ ഒരു പ്രമേയത്തിൽ നടക്കുന്ന സമ്മേളനത്തെ കേൾക്കാനും മനസ്സിലാക്കാനും ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള മുഴുവൻ സഹോദരന്മാരെ,
അതുപോലെ നല്ലവരായ പ്രിയപ്പെട്ട നാട്ടുകാരൻ, സൂചിപ്പിക്കപ്പെട്ട പോലെ അഹ്ലു സുന്ന ആദർശ പ്രയാണം എന്ന ക്യാമ്പയിൻ്റെ ഭാഗമായി കേരളത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിൽ കൂടി നടന്നു വരുന്ന സമ്മേളനത്തിൻ്റെ ഏകദേശം അവസാനം എന്നോണമാണ് മൂന്നിയൂർ മണ്ഡലം സമ്മേളനം നടന്നുകൊണ്ടിരിക്കുന്നത്. ആ ഒരു മൂന്നിയൂർ മണ്ഡലം സമ്മേളനത്തിലാണ് അൽഹംദുലില്ലാഹ് നമ്മളെല്ലാവരും ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ഈ ഒരു സമ്മേളനത്തിൻ്റെ പ്രമേയം തന്നെ നമ്മൾ എടുത്തു നോക്കിയാൽ നിർഭയത്വം തൗഹീദിലൂടെ എന്ന ഒരു തലക്കെട്ടാണ് ഇതിനെ നിശ്ചയിച്ചിട്ടുള്ളത്. നിർഭയത്വം സഹോദരന്മാർ ആർക്കാണ് ലഭിക്കുക? മുസ്ലിം ആയതുകൊണ്ട് നിർഭയത്വം ലഭിക്കുമോ? അല്ലെങ്കിൽ മറ്റേതെങ്കിലും മതത്തിന്റെ ആളുകളായാൽ നിർഭയത്വം ലഭിക്കുമോ? ഇനി അതൊന്നും വേണ്ട, ഇതൊക്കെ ഉപേക്ഷിച്ച് നിരീശ്വരവാദിയായാൽ അതുപോലെ യുക്തിവാദിയായാൽ നിർഭയത്വം ലഭിക്കുമോ? അങ്ങനെ ഒന്നും ഉണ്ടാകാൻ സാധ്യതയില്ല. യഥാർത്ഥ നിർഭയത്വം ലഭിക്കുക തൗഹീദിലൂടെയാണ്. പടച്ചറപ്പിന്റെ ആ വിശ്വാസം, യഥാർത്ഥ കളങ്കമില്ലാത്ത കലർപ്പില്ലാത്ത യഥാർത്ഥ വിശ്വാസം പഠിച്ച് മനസ്സിലാക്കി അത് ജീവിതത്തിൽ പകർത്തുമ്പോഴാണ് ഒരു മനുഷ്യൻ തൗഹീദിലാവുകയും ആ തൗഹീദ് മുഖേന ജീവിതമുടനീളം നിർഭയത്വത്തിലാക്കി തീർക്കാൻ സാധിക്കുകയും ചെയ്യുകയുള്ളൂ. നമുക്കറിയാം, നമ്മുടെ മുന്നിൽ ഒരു പ്രയാസം, ഒരു പ്രതിസന്ധി കടന്നു വരികയാണ്. ആ സമയത്ത് നമ്മൾ ആരെ തവക്കുൽ ചെയ്യണം? ആ ഒരു സമയത്ത് ഒരു യഥാർത്ഥ വിശ്വാസി, ഒരു തൗഹീദുള്ള ഒരു മുസ്ലിമായ ഒരു മനുഷ്യൻ, തൗഹീദുള്ള ഒരാള്, അദ്ദേഹത്തിന് ഒരു പതറേണ്ടയോ ഒരു ചിന്തിക്കേണ്ടയോ ആവശ്യം വരുന്നതായിട്ട് കാണുന്നില്ല. കാരണം അവന്റെ ചിന്തയിലും അവന്റെ മനസ്സിലും അവൻ മനസ്സിലാക്കിയതും ഒക്കെ ഏതൊരു കാര്യവും ഇന്ന് ദുനിയാവിലും നാളെ ദുനിയാവിലും സ്വന്തം ശരീരത്തിലും ഭൂമിയിലും ഒക്കെ തന്നെ എന്തെല്ലാം പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും എന്തെങ്കിലും വരുന്നുണ്ടെങ്കിൽ അത് എന്റെ പടച്ചറപ്പ് സർവശക്തനായ ലോകരക്ഷിതാവായ അല്ലാഹു സുബ്ഹാനഹു തആല ഈ ഭൂമി പടക്കുന്നതിന് മുമ്പ് തന്നെ നിശ്ചയിച്ച കാര്യങ്ങളാണെന്ന് ബോധ്യപ്പെടുമ്പോൾ, അത് മനസ്സിലാക്കുമ്പോൾ അദ്ദേഹത്തിന് കിട്ടുന്ന ഒരു സമാധാനം, ഒരു നിർഭയത്വം, അത് സഹോദരന്മാരെ ഒരാൾക്കും ലഭിക്കുകയില്ല. നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും നിർഭയത്വം ലഭിച്ചുകൊണ്ടാണ് ആളുകൾ ജീവിക്കുന്നത്, സന്തോഷത്തിലാണ് എന്നൊക്കെ പറഞ്ഞാലും ഒരുപക്ഷെ പല രൂപത്തിലുള്ള പ്രയാസങ്ങളും പ്രതിസന്ധികളും പ്രശ്നങ്ങളും അടിച്ചമർത്തിക്കൊണ്ടും അനുഭവിച്ചുകൊണ്ടുമായിരിക്കും ഓരോരുത്തരും ജീവിച്ചു പോകുന്നത്. എന്നാൽ യഥാർത്ഥ തൗഹീദുള്ള, അത് മനസ്സിലാക്കിയ, അത് പഠിച്ച, യഥാർത്ഥ ഈമാൻ ഉൾക്കൊണ്ട ഒരു വ്യക്തിക്ക് ഒരു കാരണത്താലും ഒരു പ്രതിസന്ധിയുടെ മുന്നിലോ ഒരു പ്രയാസത്തിന്റെ മുന്നിലോ ഒരു ഇടങ്ങേറിന്റെ പ്രയാസങ്ങളുടെ മുന്നിലോ അവന് പകച്ചു നിൽക്കേണ്ടി വരില്ല. അവന് ഉച്ചത്തിൽ തന്നെ, അവന് മനസ്സമാധാനത്തോട് തന്നെ, അവന് മനസ്സിലെ സാന്നിധ്യം കൊണ്ട് തന്നെ അവൻ ഉറക്കെ പറയും, ഹസ്ബി അല്ലാഹ്, എനിക്ക് എന്റെ റബ്ബ് മതിയെന്ന്. അതാണ് ഇന്നത്തെ ഈ സമ്മേളനത്തോടു കൂടി, അതുപോലെ കഴിഞ്ഞ സമ്മേളനങ്ങൾ, നടന്ന സമ്മേളനങ്ങൾ കൂടിയും ഇനി നടക്കാനിരിക്കുന്ന സമ്മേളനങ്ങൾ കൂടിയും ഞങ്ങൾക്ക് നിങ്ങളെ എല്ലാവരെയും ഓർമ്മപ്പെടുത്താനും പറയാനും മനസ്സിലാക്കി തരാനുമുള്ളത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട നല്ലവരായ നാട്ടുകാരോടും ഇവിടെ കൂടി ചേർന്നിട്ടുള്ള ആളുകളോടും ഈ ഒരു പ്രഭാഷണ പരമ്പര, ഈ ഒരു പ്രഭാഷണങ്ങൾ, ഇവിടെ നടക്കുന്ന പ്രഭാഷണങ്ങൾ തുടക്കം മുതൽ അവസാനം വരെ കേൾക്കുകയും അത് മനസ്സിലാക്കുകയും അതിനെക്കുറിച്ച് പഠിച്ചു ജീവിതത്തിൽ പകർത്താനുള്ള ശ്രമം നടത്തുകയും ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഇൻഷാ അല്ലാഹ് ഈ ഒരു സമ്മേളനത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് മലപ്പുറം വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് ഓടക്കൽ സാഹിബ്, അനീഫ ഓടക്കൽ സാഹിബ് അവർകളെയാണ്. അദ്ദേഹത്തെ ആദരപൂർവ്വം ആ ഒരു ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതിന് വേണ്ടി ക്ഷണിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. ഏറെ ബഹുമാന്യനായ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ സംസ്ഥാന സെക്രട്ടറി ഫൈസൽ മൗലവി, മൂന്നിയൂർ മണ്ഡലത്തിൻ്റെ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ അധ്യക്ഷൻ ഫൈസൽ സാഹിബ്, സെക്രട്ടറി അസ്ലാം, ഈ സമ്മേളനത്തിലേക്ക് എത്തിയിരിക്കുന്ന മുഴുവൻ ദീനീ സ്നേഹികളെ, സഹപ്രവർത്തകരെ,
ഇവിടെ സൂചിപ്പിച്ചതുപോലെ അതിമഹത്തായ ഒരു പ്രമേയം, മനസ്സിന് കുളിർമ നൽകുന്ന ഒരു പ്രമേയം. നൂറ്റാണ്ടുകളായി പ്രവാചകന്മാർ മുഴുവൻ സമൂഹത്തെ ഉണർത്തിയ ഒരു പ്രമേയത്തിന്മേൽ കേരളത്തിന്റെ മുഴുവൻ കവലകളിലും വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ പ്രവർത്തകർ ഇത് നടത്തി വരികയാണ്. വൈവിധ്യമാർന്ന പ്രബോധന പ്രവർത്തനങ്ങളാണ് കേരളത്തിൽ ഈ ഒരു സംഘടന കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. ഡയലോഗ് ഏതാനും 2 ദിവസം മുമ്പ് നമ്മൾ ശ്രദ്ധിച്ചു. അതുപോലെ തന്നെ നമ്മുടെ വിദ്യാർത്ഥിനികളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരത്തിരുത്തുകൾ ഇൻഷാ അല്ലാഹ് ഈ 17-ാം തീയതി ഞായറാഴ്ച രാവിലെ 9 മണി മുതൽ കൂരിയാടുള്ള ജംസ് സ്കൂൾ ക്യാമ്പസിൽ വെച്ച് കൃത്യം 9 മണിക്ക് ആരംഭിക്കുകയാണ്. എന്തിനാണ് സഹോദരങ്ങളെ ഇത്തരം പ്രതികൂല കാലാവസ്ഥയിൽ പോലും ഇതുപോലെ ആളുകളെ വിളിച്ചുകൂട്ടിക്കൊണ്ട് ഈ വഹദാനിയത്ത് അറിയിക്കുന്നത് എന്ന് ചോദിച്ചാൽ, ജീവിതത്തിന്റെ ലക്ഷ്യം തിരിച്ചറിഞ്ഞ ഏതാനും പ്രവർത്തകന്മാരുടെ കൂട്ടായ്മയാണ് ഈ സംഘടന. വാദിച്ചുകൊണ്ട് ജയിക്കുവാനോ അതല്ലെങ്കിൽ ആരെങ്കിലും പരാജയപ്പെടുത്തുവാനോ അല്ല, മറിച്ച് ഈ മഹത്തായ സത്യം പരസ്പരം അറിയുകയും അറിയിക്കുകയും ചെയ്യുക എന്ന ഗുണകാംക്ഷയോടുകൂടി സംഘടിപ്പിക്കുന്ന ഒരു പരിപാടിയാണ്. സൂചിപ്പിക്കുന്നത് അകലെ നിന്നും വേദിയിലിരുന്നും ഈ പ്രഭാഷണങ്ങൾ മുഴുവൻ ശ്രവിക്കുന്ന ആളുകളോട് ഒരൊറ്റ അപേക്ഷയാണുള്ളത്. മുൻധാരണയില്ലാതെ തുറന്ന മനസ്സോടുകൂടി ഇത് മുഴുവൻ കേൾക്കുകയും ഈ നിർഭയത്വം ലഭിച്ചവരാണെങ്കിൽ അവർക്കൊരു ഓർമ്മപ്പെടുത്തലും, അതല്ല വിശ്വാസങ്ങളിൽ വല്ല വൈകല്യങ്ങളും വന്നു ഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ നൈമിഷികമായ ഈ ലോകത്ത് നിന്ന് യാത്ര പറയുന്നതിന് മുമ്പ് എല്ലാവിധ സംഘടനാ സങ്കുചിതത്തിനും അപ്പുറമായി നമ്മുടെ പരലോകത്തെ ഓർത്തുകൊണ്ട് അതിലെല്ലാം ഒരു ക്ലാരിറ്റി വരുത്താൻ നിങ്ങൾക്കുള്ളൊരു സുവർണ അവസരമായിട്ട് ഇതിനെ കാണണം എന്ന് അപേക്ഷിക്കുകയാണ്. പണം കൊടുത്ത് മനുഷ്യന് വാങ്ങാൻ പറ്റുന്നതാണ് ഈ നിർഭയത്വമെങ്കിൽ ഇന്ന് ഏറ്റവും കൂടുതൽ മനുഷ്യൻ വാങ്ങിക്കൂട്ടുക ഇതായിരിക്കും. പക്ഷെ അതങ്ങനെ ലഭിക്കുന്നതല്ല. MBBS അഡ്മിഷൻ കിട്ടാത്തതിന്റെ പേരിൽ കുട്ടികൾ ഇന്ന് സൂയിസൈഡ് ചെയ്യുകയാണ്. എന്നാൽ ഡോക്ടറായി MD എടുത്ത് പ്രൊഫഷണൽ ഡോക്ടറായിട്ട് അവരും ആത്മാഹുതി ചെയ്യുന്നത് നമുക്ക് കേൾക്കാൻ സാധിക്കുകയാണ്. മനസ്സമാധാനമില്ല എന്നാണ് പൊതുവെ പറയപ്പെടുന്നത്. എന്നാൽ റബ്ബ് പറഞ്ഞു, അലാ ബിദിക്രില്ലാഹി തത്മഇന്നൽ ഖുലൂബ്, മനസ്സിന് സമാധാനം വേണോ റബ്ബിനെ കുറിച്ച് ഓർത്തോളൂ. ഈ ലോകം മുഴുവൻ സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും നമുക്ക് വേണ്ട മുഴുവൻ കാര്യങ്ങളും ഒരുക്കി തന്നുകൊണ്ട് റബ്ബ് പറഞ്ഞു, ഞാനാണ് നിങ്ങളുടെ റബ്ബ്, നിങ്ങൾ എന്നെയാണ് ആരാധിക്കേണ്ടത്, നിങ്ങൾ എന്നിലാണ് തവക്കലാക്കേണ്ടത്. എത്ര നിഷ്കളങ്കമായ ഏതൊരു മനുഷ്യ മനസ്സിനും ഒന്നും ആലോചിക്കാതെ ഏറ്റുവാങ്ങാൻ പറ്റിയ ഒരു പ്രഖ്യാപനം. പക്ഷേ ഭൂരിപക്ഷം ആളുകളും ശിർക്ക് ചെയ്തുകൊണ്ടാണ് റബ്ബിൽ വിശ്വസിക്കുന്നത്. ഈ ഒരു അടിസ്ഥാന കാര്യത്തിലാണ് സഹോദരങ്ങളെ ഈ സമ്മേളനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രവാചകന്മാർക്കൊക്കെ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ മുൻപിൽ തീക്കുണ്ടാരം കണ്ടപ്പോഴും ഇബ്രാഹിം നബിക്ക് അടിയുറച്ചു നിൽക്കാൻ കഴിഞ്ഞത് ഈ നിർഭയത്വം കൊണ്ടാണ്. ആർത്തുലച്ചു വന്ന തിരമാലകൾക്ക് മുന്നിൽ പിന്നിലോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ഫിർഔനിന്റെ അതിക്രൂരമായ പട്ടാളക്കാരുണ്ടായിട്ടും മൂസാ നബിക്ക് അവിടെ പിടിച്ചു നിൽക്കാൻ സാധിച്ചത്. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒന്ന് ഉണർന്നു നോക്കുമ്പോൾ കാണുന്നത് തന്റെ വാളാൽ ഏന്തി നിൽക്കുന്ന ശത്രുവിനെയാണ്. മുഹമ്മദെ നിന്നെ വധിക്കുകയാണെന്ന് പറഞ്ഞപ്പം എന്നെ എന്റെ റബ്ബ് രക്ഷിക്കും എന്ന് പറയാൻ അവർക്കൊക്കെ സാധിച്ചത് ഈ പറഞ്ഞ തൗഹീദിലൂടെ കിട്ടിയ നിർഭയത്വമാണ്. എന്നാൽ നമുക്ക് ഇന്ന് സത്യത്തിലെ ഇസ്ലാം പരിചയപ്പെടുത്തുന്ന പ്രവാചകന്മാര് പരിചയപ്പെടുത്തുന്ന ആരാധനകളെല്ലാം സത്യത്തിൽ ഒരു ആചാരങ്ങളായിരുന്നില്ല, മറിച്ച് മനുഷ്യ മനസ്സുകളിലേക്ക് തൗഹീദിലൂടെ കിട്ടുന്ന നിർഭയത്വം നിറക്കുന്ന ഔഷധങ്ങളായിരുന്നു. പക്ഷെ ഇന്ന് എന്തേ എന്നറിഞ്ഞുകൂടാ ദുർവാദങ്ങൾ വെച്ചുകൊണ്ട് റബ്ബിലേക്ക് സമർപ്പിക്കേണ്ട ആരാധനകൾ മുഴുവൻ വഴിമാറിപ്പോകുന്നതിനെ ന്യായീകരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മളൊക്കെ ജീവിച്ചു പോകുന്നത്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട ഈ സമ്മേളനത്തിൽ എത്തിയിരിക്കുന്ന മുഴുവൻ ആളുകളോടും പറയാനുള്ളത്, ബഹുമാന്യനായ ഫൈസൽ മൗലവിയുടെ വിഷയാവതരണം കൃത്യമായി കേൾക്കുകയും നാളെ റബ്ബ് ഒരുക്കി വെച്ച ജന്നാത്തുൻ നഈമിൽ നമുക്ക് പ്രവേശിക്കണമെങ്കിൽ അള്ളാഹു ഒന്നാമത്തെ നിബന്ധനയായി പറഞ്ഞ പടച്ച റബ്ബ് പറഞ്ഞില്ലേ, ഇന്നല്ലാഹ ലാ യഗ്ഫിർ, പടച്ച റബ്ബ് പുറത്തു കൊടുക്കുകയില്ല ആർക്ക് അൻ യുശ്റക ബിഹി, അവനിൽ പങ്കു ചേർത്തവർക്ക്.
വയഅഫുർ മാ ദൂന ദാലിക ലിമൻ യശാ. അതല്ലാത്തതൊക്കെ അവൻ ഉദ്ദേശിക്കുന്നൊക്കെ അവൻ പുറത്തു കൊടുക്കും എന്ന് പറഞ്ഞാൽ റബ്ബിന്റെ കാരുണ്യം, നമുക്കത് മാത്രം മതി റബ്ബിന്റെ കാരുണ്യം മനസ്സിലാക്കാൻ. വമൻ യുശ്രിക് ബില്ലാഹി ഫഖദ് ളല്ല ളലാലൻ ബഈദ. ഇത് മാത്രം ഓർത്തുകൊണ്ട് സഹോദരങ്ങളെ, ഈ സമ്മേളനത്തിൽ മുഴുവൻ കേൾക്കുകയും നന്മ ഉൾക്കൊള്ളാൻ വേണ്ടി നമ്മൾക്ക് ഇതൊരവസരമായി മാറട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ നാമത്തിൽ മഹത്തായ സമ്മേളനം ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.